ഓ നീ ചിന്തിച്ചിട്ടുണ്ട ഈ ലോകം എന്ത് മനോഹരം അല്ലേ? എന്തൊക്കെ കാര്യമാണ് നടക്കണ? നീ ഈ ലോകത്തെ പറ്റി ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ ചിന്തിക്കുന്നു. നമ്മൾ രണ്ടുപേരും ഇതുപോലെ എന്തൊക്കെ ആൾക്കാർ ചെയ്യും. ആൾക്കാർ ഈ ലോകത്തുള്ളവർ എന്തൊക്കെ ചിന്തിക്കുന്നതായിരിക്കും അല്ലേ? പലരും പല മനസ്സായിരിക്കും. ഇതോ ആ പോണ ചാണ്ട കണ്ടേക്കും വണ്ടി പിടിച്ച് അങ്ങനെ ഇപ്പൊ എന്താ ഇത് ചെയ്യുന്നത്? ചിലപ്പോ ഇതിനോട് മരിച്ചെന്തിരി ഇപ്പോൾ മാല ഒട്ടിച്ചുകൊണ്ട് എല്ലാവരെയും പ്ലെയിൻ കേട്ടാ അതിപ്പോ അങ്ങനെ ഹൈജാക്ക് ചെയ്ത് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ചിന്തിക്കുന്നവർ കാണും. എല്ലാവരും ഇപ്പൊ പൈലറ്റ് കാണും വീട്ടിൽ ഇറങ്ങി പടി ഉണ്ടാക്കി ആലോചിച്ച് നോക്കി എന്തിനായിരിക്കും എനിക്ക് ആ പോണ പോക്കെ ആ ഭാര്യ ഇറങ്ങി അതിൽ തീർക്കും, ഇടിച്ചു പൊളിച്ച് മരിക്കും. അവിടെ മരണം പറഞ്ഞു വേണം. ഞാൻ ഇടയ്ക്ക് നീ ആലോചിക്കുമ്പോൾ മരണത്തിനെ പറ്റി ചിന്തിക്കും. നീ ഇന്ന മരണം ചിന്തിച്ചിട്ടുണ്ട? മരിച്ചതിന് ശേഷം നമ്മൾ എന്തിനാണ് അവസ്ഥ? മരിച്ചപ്പോ മനസ്സോടെ പോവും. എവിടെ പോവും? നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും ടൈപ്പ് ആൾക്കാർ കരയുന്നവര്, നമ്മൾ ചത്തയിൽ ചിരിക്കുന്നവരാണ്, കരയണവരാണ്. വല്ലാത്തൊരു കാര്യം. അപ്പൊ നമ്മൾ മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ ജീവിക്കുന്നതിന് മുമ്പ് ജനിക്കുന്നതിന് മുമ്പ് നീ ഒരുപാടായിരുന്നു. അതുകൊണ്ട ഈ അമ്മൂമ്മയൊക്കെ പറഞ്ഞ അടിയിലാണ് ഈ 7 ജന്മം എന്നൊക്കെ വല്ല വിശ്വാസം ഉണ്ടോ? ഇതിന്റെ മുമ്പത്തെ ജന്മം ട്രംപ്. അപ്പൊ അവിടെ വരച്ചോണ്ടിരിക്കുന്നത് 5-ാം ജന്മം. ഇതിപ്പോ എന്റെ 7-ാം ജന്മം. എല്ലാ ജന്മവും ട്രംപാണ്. നീ ഇപ്പൊ വരച്ചോണ്ടിരിക്കുന്ന അവിടെ? ഞാൻ വരച്ചോണ്ടിരിക്കുന്നു. എന്തിനത്തെ പേര് ട്രംപ്? ഇതേ അർത്ഥ സെയിം. ഇവിടെ കേരളത്തിൽ അർജുൻ, അമേരിക്ക ട്രംപ്. രണ്ടിന്റെ അർത്ഥ സെയിം. ഐൻസ്റ്റീനായിരുന്നു അറിയാമോ? ഐൻസ്റ്റീൻ അവിടത്തെ വലിയ ആള്. അത് എന്റെ 1-ാമത്തെ ജന്മം വരുന്നു. അതെങ്ങനെ അങ്ങനെ അതൊരു മരപ്പാഴ് അങ്ങനെ ആവും. അങ്ങനെയൊക്കെ ആവും. ഇപ്പൊ മഹാത്മാഗാന്ധി ആരാണ്? എന്റെ 2-ാം ജന്മം. എന്റെ ഹിറ്റ്ലർ 1-ാം ജന്മത്തിലെ ഹിറ്റ്ലർ. ഈ വാസ്കോ ഡ ഗാമ ആരാണ്? വലിയ ആള് ഞാനാണ്. അതെങ്ങനെ വരും? ഞാൻ സുഭാഷ് ചന്ദ്രബോസ്. ഈ ബ്രിട്ടീഷിലെ രാജാവാരാണ്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാനാണ്. അവിടുത്തെ പടത്തലവാരെന്ന് അറിയാമോ? അത് ഞാനായിരുന്നു. അത് എന്റെ ശിഷ്യനായിരുന്നു അന്ന്.